ഹലോ, ഞാൻ ലിബിൻലി. അപ്പോൾ ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ റിലീസുള്ള തങ്കമണി ഷോ, ദിലീപിനെ തങ്കമണി കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വിഷമമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഇറങ്ങും. ഇനിയിപ്പോൾ ഇപ്പോൾ 2 ആഴ്ചത്തെ പടങ്ങൾ പോയി, അത് പോട്ടെ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങി നോക്കാമെന്ന് വെച്ചാണ് ഞാൻ നിൽക്കണേ. വേറെ കുഴപ്പമൊന്നുമില്ല. അതായത് ഓപ്പറേഷൻ ഇന്നലെ കഴിഞ്ഞു. പിന്നെ അവിടെ ചെറിയ പെയിനും കാര്യങ്ങളും ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അതായത് തങ്കമണിക്ക് ഞാൻ എന്തായാലും ഉണ്ടാവില്ല. ഇപ്പോൾ പലരും മെസ്സേജ് അയച്ച് ചോദിക്കണ്ടായി, തങ്കമണിക്ക് റിവ്യൂ പ്രതീക്ഷിക്കാമോ എന്ന്. അവരോടൊക്കെ പറയണത് തങ്കമണിക്ക് ഞാനില്ല, ഞാനെപ്പോഴും ഹോസ്പിറ്റലാണ്. പിന്നെ വേറെ ഒന്നുമില്ല, അത് നല്ലൊരു പടമാവട്ടെ. ദിലീപിൻ്റെ ഇപ്പോൾ കഴിഞ്ഞിറങ്ങിയ ബാന്ദ്ര അത് പ്രതീക്ഷിച്ച പോലെ വിജയിച്ചില്ല. പക്ഷേ എനിക്ക് പടം ഇഷ്ടമായതാണ്, എനിക്കത്ര മോശമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ തങ്കമണി അത് നടന്ന സംഭവമായ കാരണം എങ്ങനെയാണെന്ന് പറയാനും പറ്റില്ല. ചിലപ്പോൾ കത്തിക്കയറാൻ വഴിയുണ്ട്. കാരണം ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് നടന്ന സംഭവമല്ലേ, അപ്പോൾ അത് കാരണം കയറി. പിന്നെ മഞ്ഞുമൽ ബോയ്സ് കത്തിക്കയറാൻ കാരണം എന്ന് പറഞ്ഞാൽ കൊടൈക്കനാലും ഒരു വലിയൊരു ഘടകമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിലൊക്കെ ഇത്രയും കളക്ഷൻ അടിക്കണമെങ്കിൽ അതിൽ കൊടൈക്കനാലിൻ്റെ അതൊക്കെ ഉള്ള ഒരു കാരണമാണ്. പിന്നെ ഗുണാകേവ്, കമലഹാസൻ്റെ റെഫറൻസ് എല്ലാവരും അതൊക്കെ ഉള്ള കാരണമാണ് മഞ്ഞുമൽ ബോയ്സ് അത്രയും അടിച്ചത്. എന്തായാലും അതേപോലെ തന്നെ ഒരു ചരിത്രമാവട്ടെ തങ്കമണി എന്ന് ആശംസിക്കുന്നു. കാണാൻ പറ്റാത്തതിൽ വിഷമത്തിലും ഖേദിക്കുന്നു. വേറെ ഒന്നും പറയാനില്ല.